നമസ്കാരം, എല്ലാവർക്കും എ മീഡിയയിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിനെ ചലച്ചിത്രതാരം ഹണി റോസിന്റെ പരാതിയിന്മേൽ ബോച്ചെ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി പോലീസ് വയനാട്ടിൽ വെച്ച് നാടകീയമായി അറസ്റ്റ് ചെയ്തു. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ IT 65-119 എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ശ്രമം ബോബിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭാരതീയ ന്യായസംഹിത പ്രകാരം 75-ാം വകുപ്പാണ് ബോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. IT വകുപ്പും ചുമത്തിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ വെച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയും നിരവധി തവണ ബോബി ചെമ്മണ്ണൂർ അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തി അവരിലെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഹണിയുടെ പരാതിയിൽ പോലീസ് ഉടനടി നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാവിലെ തന്നെ ഹണി കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. നടി തൻ്റെ പോസ്റ്റിലൂടെ ബോബിയെ അറസ്റ്റ് ചെയ്തതിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെപ്പോലെ അധിക്ഷേപം നേരിടുന്ന കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി താൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നാണ് ഹണി റോസ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇന്നലെ അറിയിച്ചിരുന്നത്. എന്തായാലും അവസാനം ബോബി ചെമ്മണ്ണൂർ പോലീസിൻ്റെ വലയിലായിരിക്കുകയാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന, സാമ്പത്തികമായിട്ട് ഉന്നത നിലയിലിരിക്കുന്ന ഇത്തരം വ്യക്തികൾ കാണിക്കുന്ന അധിക്ഷേപങ്ങൾക്കും അവഹേളനക്കുമെതിരെ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ആരെയും എന്തും പറയാമെന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം അധപ്പതിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് നാളായി കാണാൻ കഴിയുന്നത്. ഓരോ സ്ത്രീക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുവാനും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കുവാനുമുള്ള, ഞാൻ മോശമല്ല, അവർക്ക് ഒരു നീതിന്യായ വ്യവസ്ഥയിലും ഇന്ന വേഷമേ സ്ത്രീ ധരിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഓരോ സ്ത്രീക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാം. ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ധരിക്കുന്ന വേഷം, അദ്ദേഹത്തിൻ്റെ വേഷത്തിന് ഞാൻ കുറ്റം പറയുന്നതല്ല. അദ്ദേഹം ധരിക്കുന്ന വേഷം ഈ കേരളത്തിലെ പുരുഷന്മാരിൽ 1% ആൾക്കാരെങ്കിലും ധരിച്ചുകൊണ്ട് പുറത്തു പോകുന്നത് നമ്മൾ കാണാറുണ്ടോ? അപ്പം ഓരോരുത്തർക്കും അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള വേഷമാണ് ധരിക്കുന്നത്. അവരുടെ വേഷത്തിനെ വെച്ചിട്ട് അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേസ് കൊടുത്തറിഞ്ഞ് ബോബി രാവിലെ തന്നെ നടിയോട് ക്ഷമ പറയാൻ തയ്യാറായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഹണിയെ വിളിച്ച് കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നീട് കാര്യങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ നടന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂർ നാളെ ജയിലിലേക്ക് പോകുമോ എന്ന് കണ്ടറിയാം. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേസാണ്. നോൺ ബെയിലബിൾ, ജാമ്യമില്ലാ വകുപ്പാണ് ബോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS-ൽ ഹണിക്കുള്ള വിശ്വാസം എത്രമാത്രം ദൃഢമാകുമെന്ന് കാത്തിരുന്ന് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.